ഹായ്, ആദ്യം തന്നെ കേട്ടറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എന്റെയും എയിം സ്റ്റഡി സെന്ററിന്റെയും വിജയാശംസകൾ നേരുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പരീക്ഷകൾ അടുത്തെത്തിക്കഴിഞ്ഞാൽ നല്ല ടെൻഷനോട് കൂടിയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഇതിൽ നോർമൽ ആയിട്ടുള്ള സ്റ്റുഡൻസും ഉണ്ട്, അതുപോലെ അധ്യാപകരും ഉണ്ട് അല്ലേ. അപ്പൊ നിർബന്ധമായിട്ടും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നാളെ പരീക്ഷ എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കണം. കാരണം ഇത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പണി കിട്ടും. അപ്പൊ എന്തൊക്കെയാണ് എന്നും കൂടി പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ സ്പെഷ്യൽ കേട്ടറ്റിന്റെ ബാച്ച്, പുതിയ അധ്യാപകർക്കുള്ള സ്പെഷ്യൽ കേട്ടറ്റിന്റെ ബാച്ച് ഫെബ്രുവരി 27 തീയതിയും അതുപോലെ തന്നെ നോർമൽ കേട്ടറ്റിന്റെ ബാച്ച് മാർച്ച് 2 തീയതിയും ആരംഭിക്കുകയാണ്. ഒരുപാട് ഫീച്ചേഴ്സ്, റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും ഡെയിലി ടൈം ടേബിൾ, മോക്ക് ടെസ്റ്റ്, മോഡൽ എക്സാമും, ദെൻ എയിംസിന്റെ മാത്രം പ്രത്യേകതയുള്ള 5 മോഡൽ എക്സാം, 1000 സൈക്കോളജി ക്വസ്റ്റ്യൻസ്, 1000 സബ്ജക്ട് ലാംഗ്വേജ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടെയുള്ള പേഴ്സണൽ മെന്റേഴ്സ് ഉള്ള ബാച്ചാണ് ആരംഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക, മിസ് ചെയ്യേണ്ട. അപ്പൊ അഡ്മിഷന് വേണ്ടി വിളിക്കേണ്ട നമ്പർ 9446537080. ഇനി കേട്ടറ്റ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. കാരണം ഇത് അധ്യാപകർക്ക് ആദ്യമായിട്ട് എഴുതാൻ പോകുക. അപ്പൊ അവർക്ക് കുറെ ഡൗട്ട് ഉണ്ടാവും, കുറെ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു പോയാൽ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഒരു ടെൻഷൻ അവിടെ ഉണ്ടാവില്ല. അപ്പൊ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നിർബന്ധമായും നിങ്ങൾ എക്സാം ഹാളിൽ പോകുമ്പോൾ കരുതേണ്ട കാര്യങ്ങൾ: ഹാൾ ടിക്കറ്റ് ഇന്ന് രാത്രി തന്നെ എടുത്ത് വെക്കുക, ഹാൾ ടിക്കറ്റ് കേട്ടോ. ദെൻ ബോൾ പെൻ, ബ്ലൂ ആണെങ്കിലും കുഴപ്പമില്ല, ബ്ലാക്ക് ആണെങ്കിൽ പക്ഷെ മിനിമം ഒരു 2 എണ്ണെങ്കിലും കയ്യിൽ കരുതുക. എങ്ങാനും ഒന്ന് എഴുതിയില്ലെങ്കിൽ അടുത്ത പെൻ യൂസ് ചെയ്യാലോ. അപ്പൊ 2 എണ്ണം കയ്യിൽ കരുതുക. അതുപോലെ ID പ്രൂഫ്, നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്താണോ ID പ്രൂഫ് ഉള്ളത് അത് തന്നെ കരുതുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ, വെള്ളം കൊണ്ടുപോകാം. പക്ഷെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോട്ടിൽ മാത്രമേ വെള്ളം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ പാടില്ലാത്തത്, നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട കാര്യം എന്താണ് എന്നും കൂടി നോക്കാം. അതായത് മൊബൈൽ ഫോൺ ഒരു കാരണവശാലും കൊണ്ടുപോകരുത്. പിന്നെ കാൽക്കുലേറ്റർ, വാച്ച്, ലോഗോ ബുക്ക്, മറ്റ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒരു കാരണവശാലും അവിടെ അലൗഡ് അല്ല. അപ്പൊ നിങ്ങൾ ക്ലോക്ക് റൂമിൽ തന്നെ അതൊക്കെ വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. ചിലപ്പോൾ ടീച്ചേഴ്സ്മാർ മാക്സിമം എല്ലാവരും വാച്ചൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് അതൊന്നും കൊണ്ടുപോകരുത്. പിന്നെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈം മാനേജ്മെന്റ് വളരെ പ്രാധാന്യമുണ്ട്. 150 മാർക്കിന് പരീക്ഷയാണ്, മൈനസ് മാർക്ക് ഒന്നും ഇല്ലാത്ത പരീക്ഷയാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ 150 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക. ദെൻ എന്താണ് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ടെൻഷൻ അടിച്ചത് പതറണ്ട. അടുത്ത അറിയുന്ന ചോദ്യങ്ങൾക്ക് വേഗം ആൻസർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് ഒക്കെ കൃത്യമായിട്ട് തന്നെ അവിടെ ചെയ്യണം. കാരണം അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് അവിടെ ഇൻവാലിഡ് ആയി പോകും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അറിഞ്ഞില്ലെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സ്മാരോട് ചോദിച്ച് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതിയ സ്മാർട്ട് വർക്കോട് കൂടി പഠിച്ചാൽ അല്ലെ, അത്രയും എയിം സ്റ്റഡീസ് ഉണ്ട്, നിങ്ങൾക്ക് അത്രയും ക്ലാസ്സുകളൊക്കെ തന്നിട്ടുണ്ട് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മാക്സിമം. നിങ്ങൾക്ക് എന്താണോ സിലബസ് അതിന് മേലെയാണ് നമുക്ക് മുൻകൂട്ടി ഒരു പടിക്ക് മുൻകൂട്ടി നമ്മൾ തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ചു എന്ന് ആ ഒരു വിശ്വാസത്തോടു കൂടി, നല്ല പോസിറ്റീവോട് കൂടി തന്നെ പരീക്ഷാ ഹാളിൽ കയറുക. എല്ലാവരും റിസൾട്ട് വരുമ്പോൾ ക്വാളിഫൈഡ് ആവട്ടെ. നന്ദി, നമസ്കാരം.